Good morning to all of you. Today we are going to talk about analysis of section 12. First one is charge on goods. The charge of customs duty is considered to be on the goods and not on the person importing them or paying the duty. Being such, it is expected to be passed on to the buyer. കസ്റ്റംസ് ഡ്യൂട്ടി സാധാരണഗതിയിൽ ചാർജ് ചെയ്യപ്പെടുക ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന ഗുഡ്സിനാണ്. അത് ആര് ഇമ്പോർട്ട് ചെയ്തു എന്നുള്ളതിനെ ആശ്രയിച്ചല്ല, മറിച്ച് അതാരാണോ യഥാർത്ഥത്തിൽ വാങ്ങുക ആ വാങ്ങുന്നവരിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന ഗുഡ്സിനുള്ള ഡ്യൂട്ടി ചാർജ് ചെയ്യപ്പെടുക. ടാക്സബിൾ ഇവൻറ്റ്. Import of goods into India or export of goods from India. Section 12 makes it abundantly clear that importation or exportation of goods into or out of India is the taxable event for payment of the duty of customs. സെക്ഷൻ 12 അനുസരിച്ച് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നതും എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള ഗുഡ്സ് അതിൻ്റെ നിയമാനുസൃതമായിട്ടുള്ള കസ്റ്റംസ് ഡ്യൂട്ടി നൽകേണ്ടതുണ്ട്. Relevant judgments regarding the determination of taxable event. The main test for determining the taxable event is the happening of the event on which the charge is affixed. ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നതോ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നതോ ആയിട്ടുള്ള ഗുഡ്സിന് എപ്പോഴാണ്, ഏത് സാഹചര്യങ്ങളിലാണ് കസ്റ്റംസ് ഡ്യൂട്ടി ചാർജ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻ കേസ് ഓഫ് ഗുഡ്സ് ക്ലിയർഡ് ഫോർ ഹോം കൺസംഷൻ, the Supreme Court observed that import of goods will commence when they cross the territorial waters, but continues and is completed when they become part of the mass of goods within the country, the taxable event being reached at the time when the goods reach the customs barriers and bill of entry for home consumption is filed. അതായത് ഇമ്പോർട്ടിൻ്റെ റൂൾ അനുസരിച്ച് ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ക്രോസ് ചെയ്യുന്നത് മുതൽ അത് ഇമ്പോർട്ടിൻ്റെ ഭാഗമാകുന്നു. എന്നാൽ ആ ഗുഡ്സിൻ്റെ ഇമ്പോർട്ട് പൂർണ്ണമാവുക അത് രാജ്യത്തിൻ്റെ ഗുഡ്സിൻ്റെ കൂടെ എത്തിച്ചേർക്കപ്പെടുമ്പോഴാണ്. തുടർന്ന് അത് പോർട്ടിലെത്തിയതിന് ശേഷം ഹോം കൺസംഷന് വേണ്ടിയിട്ട് ഉള്ള ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യപ്പെടുമ്പോഴാണ് അതൊരു ടാക്സബിൾ ഇവൻ്റായി മാറുക, അഥവാ കസ്റ്റംസ് ഡ്യൂട്ടി ചാർജ് ചെയ്യുവാൻ എലിജിബിളായി മാറുക. ഇൻ കേസ് ഓഫ് ഗുഡ്സ് ക്ലിയർഡ് ഫോർ വെയർഹൗസിംഗ്, അതായത് നിലവിൽ
കസ്റ്റം ബാരിയേഴ്സ് ക്രോസ് ചെയ്ത് വെയർഹൗസിൽ എത്തിച്ചേരുന്ന ഗുഡ്സ് അത് ഹോം കൺസംഷന് വേണ്ടിയിട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ടാക്സബിൾ ഇവൻ്റായിട്ട് മാറുക. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അത് ആ രാജ്യത്തിൻ്റെ ഗുഡ്സിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യുന്നു. In case of warehoused goods, the custom barriers would be crossed when they are sought to be taken out of customs and brought to the mass of goods in the country. Exports. Export of goods is complete when the goods cross the territorial waters of India. Next one is duty liability in certain special circumstances. Re-importation of goods produced or manufactured in India. Section 20. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച ഗുഡ്സിൻ്റെ റീ ഇമ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട കസ്റ്റംസ് ഡ്യൂട്ടി ലയബിലിറ്റിയെ സംബന്ധിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുക. അതായത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം എക്സ്പോർട്ട് ചെയ്ത ഗുഡ്സ് വീണ്ടും ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് റീ ഇമ്പോർട്ടേഷൻ എന്ന് പറയുക. അങ്ങനെ എക്സ്പോർട്ട് ചെയ്ത ഗുഡ്സ് വീണ്ടും റീ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അത് സാധാരണഗതിയിൽ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു ഗുഡ്സിന് ചാർജ് ചെയ്യപ്പെടുന്ന രീതിയിലുള്ള കസ്റ്റംസ് ഡ്യൂട്ടിയുടെ രീതികൾ തന്നെയാണ് സ്വീകരിക്കുക. If goods are imported into India after exportation therefrom, such goods shall be liable to duty and be subject to all the conditions and restrictions, if any, to which goods of the like kind and value are liable or subject on the importation thereof. It implies that goods manufactured or produced in India, which are exported and thereafter re-imported, are treated on par with other goods which are otherwise imported. However, some notifications have provided certain concessions in this regard. Goods derelict, wreck, etc. അതായത് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി കപ്പൽ യാത്രയിൽ ഏതെങ്കിലും ഗുഡ്സ് കപ്പലിൽ നിന്ന് എടുത്തെറിയുകയോ കപ്പൽ അപകടത്തിലാകുന്നത് ഒഴിവാക്കുന്നതിനായി കപ്പലിലുള്ള ഗുഡ്സിൻ്റെ വെയിറ്റ് കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുന്ന പ്രതിഭാസത്തിലൂടെ സംഭവിക്കുന്ന ഗുഡ്സ് അത് വീണ്ടും ഇമ്പോർട്ട് ചെയ്യപ്പെടുകയാണ് എങ്കിൽ ഷിപ്പിൻ്റെ ഓഫീസർ അത് ഡ്യൂട്ടി ഫ്രീ എന്നുള്ള രീതിയിൽ ഓതറൈസ് ചെയ്തിട്ടില്ല എങ്കിൽ അത് സാധാരണ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ പരിഗണിക്കുന്നതാണ്. All goods, derelict, jetsam,
flotsam, and wreck brought or coming into India shall be dealt with as if they were imported into India, unless it be shown to the satisfaction of the proper officer that they are entitled to be admitted duty free under this act. കപ്പലിലെ ടോട്ടൽ ഗുഡ്സിൽ നിന്നാണ് നമ്മൾ കപ്പൽ അപകടം തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗുഡ്സ് പുറത്തേക്ക് എറിഞ്ഞ് അതിൻ്റെ വെയിറ്റ് കുറയ്ക്കുന്നത്, അങ്ങനെയുള്ള നടപടികൾ സ്വീകരിക്കുക. അപ്പം അങ്ങനെ നഷ്ടപ്പെടുന്ന ഗുഡ്സും ഇമ്പോർട്ടായിട്ട് പരിഗണിക്കപ്പെടുന്നതാണ്. അത് കസ്റ്റംസ് ഓഫീസറുടെ ഓതറൈസേഷനിലാണ് വരുന്നത് എങ്കിൽ അത് ഡ്യൂട്ടി ഫ്രീ ആയി കസ്റ്റംസ് ആക്ട് അനുസരിച്ച് പരിഗണിക്കപ്പെടുന്നതുമാണ്.